ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പട്ടികജാതിക്കാർക്ക് പണം കൊടുക്കുമ്പോൾ അഴിമതിക്ക് വഴിയൊരുക്കുന്നു എന്ന വായിൽ വരുന്നത് ശ്രേണീബദ്ധമായ മനസ്സിപ്പോഴും ഉള്ളതുകൊണ്ടാണ്. സ്ത്രീകൾക്ക് വെറുതെ പണം കൊടുക്കരുത് എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ പുകഴ്ത്താനും അയാളെ വെച്ച സിനിമയെടുക്കാനും മനസ്സുള്ളതുകൊണ്ടും കൂടിയാണ്. ചാല മാർക്കറ്റിലെ തൊഴിലാളികളുടെ ആസ്വാദന നിലവാരം തീരുമാനിക്കുന്നത് ഉള്ളിലെ അധികാരബോധമാണ്. സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണായ ഗായിക പ്രതിഷേധിക്കുന്നത് പബ്ലിസിറ്റിക്കാണെന്ന് പറയുന്നത് മറ്റു മനുഷ്യരുടെ കഴിവ് തന്നോളമില്ലെന്ന് കരുതുന്നതുകൊണ്ടാണ്. സിനിമയെടുക്കാൻ 1.5 കോടി വെറുതെ കൊടുക്കുന്നതല്ല എന്നും നിർമ്മാതാക്കൾ KSFDC ആണെന്നും അറിയാതിരിക്കാൻ അജ്ഞനല്ല അടൂർ. എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളമെന്ന് 6 വർഷം മുൻപ് പുഷ്പവതി പാടിയത് വെറുതെയല്ല, ജീവിതത്തിൽ നിന്നാണ്. ഇന്നലെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത് പുഷ്പവതി ഒറ്റയ്ക്കായിരുന്നില്ല, പിന്നിൽ ഒരുപാട് തലമുറകളുണ്ടായിരുന്നു. അവരുടെ ചരിത്രം അറിയുന്നത് കൊണ്ടാണ് ആരുടെ വിവരക്കേട് എന്നതാണ് ചോദ്യം. സാമൂഹ്യ നിരീക്ഷകൻ ദിനു വേൽ, എഴുത്തുകാരൻ മുകേഷ് കുമാർ, സംവിധായകൻ മധുപാൽ, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അറിയാൻ സംവിധായകൻ മധുപാലിലേക്ക് പോകുന്നു. ശ്രീ മധുപാൽ, ഈ കോൺക്ലേവ് നടത്തിയത് എന്തിനാണ് എന്ന് നമുക്കറിയാമല്ലോ. ലിംഗനീതി വിഷയമടക്കം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഇങ്ങനെയൊരു സിനിമാ കോൺക്ലേവിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതും കേരളം ഒരുപാട് നാൾ ചർച്ച ചെയ്തതാണല്ലോ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? അവിടെ നടന്ന പ്രസംഗം, അതിനോട് ഉയർന്ന ചോദ്യം, അതിനോടുള്ള മറുപടി, ഇതാണിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആരുടെ വിവരക്കേടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ മധുപാൽ? നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരള സംസ്ഥാന സർക്കാർ സിനിമാ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ കോൺക്ലേവ് അക്ഷരാർത്ഥത്തിൽ സിനിമ എന്ന മീഡിയത്തിൽ, സിനിമ എന്ന ഇൻഡസ്ട്രിയുടെ എല്ലാ സമഗ്ര മേഖലയെയും സമഗ്ര ഇടങ്ങളെയും സ്പർശിച്ചു കൊണ്ടുപോകുന്ന ഒരു കോൺക്ലേവ് എന്ന രീതിയിൽ തന്നെ അതിൽ നിന്നും ഒരു നയമുണ്ടാവുകയും ആ നയം സിനിമയുടെ നയമായി മാറുന്ന ഒരു പ്രക്രിയയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. ലിംഗനീതി മാത്രമല്ല, തൊഴിലിടങ്ങളെക്കുറിച്ച്, സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടത്. ആ ഇടത്താണ് ഇതുപോലെ സ്ത്രീകൾക്ക് എന്തിനാണ് സിനിമ ചെയ്യാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പടം ചെയ്യിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുന്നത്. അക്ഷരാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അടൂർ സാർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാതെ പറഞ്ഞതാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം സ്ത്രീകളുടെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയായിരുന്നു വനിതാ സിനിമാ പദ്ധതി എന്നുള്ളത്. കാരണം സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് പലതരത്തിലും സിനിമ എന്ന മീഡിയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്ന ഒരു വിഭാഗം ജനതയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഇടമുണ്ടാക്കി കൊടുക്കുക, അവരെയും ഈ സിനിമ എന്ന മീഡിയത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, സമൂഹത്തിനോട് ഒപ്പം ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഉദ്ദേശപരമായ കാര്യം തന്നെയായിരുന്നു കേരള സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അത് പാടില്ല എന്നും 50 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്നും 1 കോടി രൂപ കൊടുക്കുന്നത് ചെയ്യുന്നത് ശരിയല്ല എന്നും. ട്രെയിനിങ് ഉണ്ട്, ഇവർക്കെല്ലാം ട്രെയിനിങ്ങിലല്ല, ഇവരെല്ലാം കൃത്യമായിട്ട് സിനിമ എന്ന ഈ പ്രോസസ്സിലേക്ക്, സിനിമ ചെയ്യാൻ വേണ്ടി വരുന്ന പ്രോസസ്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ ട്രാൻസ്പെറൻ്റായ കാര്യമാണ്. ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആദ്യം കഥ തീരുമാനിക്കുന്നത് മുതലും അവരുമായിട്ട് സംസാരിക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്നതും സിനിമ എന്ന മീഡിയത്തിൽ തന്നെയുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് തന്നെ പ്രോജക്റ്റ് ഡിസൈനറെ വെച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് വളരെ വ്യക്തമായ ഒരു ചാർട്ടോട് കൂടി തന്നെയാണ് സിനിമ ചെയ്തു പോകുന്നത്. പക്ഷേ ഞാൻ 1.5 കോടി രൂപ പോലും ഇന്നത്തെ കാലത്ത്, കാരണം 2015 50 രൂപ 54 രൂപ ഡീസൽ ഉണ്ടായിരുന്നത് ഇന്ന് 94 രൂപയിലേക്ക് മാറുന്ന ഒരു 10 വർഷം കൊണ്ട് തന്നെ അതിഭീകരമായ ചേഞ്ചസ് ഉണ്ടാകുന്നത്, ഇരട്ടിയിൽ കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്നൊരു കാലത്താണ് നിൽക്കുന്നത്. അപ്പം ഈ വ്യത്യാസങ്ങൾ സിനിമ എടുക്കുന്ന സമയത്തും ഉണ്ടാവുന്നതാണ്. കാരണം ചെറിയൊരു കാര്യത്തിന് പോലും, താമസത്തിനായാലും ഭക്ഷണത്തിനായാലും എല്ലാത്തിനും പൈസ ചിലവാക്കുന്നത് അന്നത്തെ കാലത്തല്ല ഇന്ന്. കാര്യം 10 വർഷം മുമ്പുണ്ടായിരുന്നൊരു അവസ്ഥയല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ബുദ്ധി ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ കോൺക്ലേവ് നടത്തിയെടുക്കുന്നത് ഇത്രയും കാലം കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമ എന്ന മീഡിയത്തിന് ഏതെല്ലാം തരത്തിലുള്ള നിയമ നിർമ്മാണ അല്ലെങ്കിൽ നിയമത്തിൻ്റെ സഹായം ആവശ്യമാണോ അത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും, അത് മുഴുവൻ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനടക്കമുള്ള ആൾക്കാർ പലപ്പോഴും മെയിൻ സ്ട്രീം സിനിമയിൽ നിന്നുകൊണ്ടുള്ള ഒരുപാട് ആളുകൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇന്നും ഞാൻ കുറേ പേരോട് സംസാരിക്കേണ്ടായിട്ടോ. അവരെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് സിനിമ എന്ന മീഡിയത്തിൽ ഇങ്ങനെ ഒരു എല്ലാ
ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടൊരു മീറ്റിംഗ് ഉണ്ടായത് ഞങ്ങൾക്ക് തന്നെ വലിയ അഭിമാനമുണ്ട്, ഞങ്ങൾക്കിതിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു എതിരഭിപ്രായം എന്നതിനേക്കാൾ ഇതിനകത്ത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപഹസിക്കുന്നതിന് തുല്യമായ ഒരു അഭിപ്രായം അധിക്ഷേപമാണല്ലോ ശ്രീമത് പാൽ. ഈ കോൺക്ലേവ് യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും എത്തിയിരിക്കുന്നു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനും പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഒരിടമാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമായിട്ടല്ലോ ഇതിനെ കാണേണ്ടത്. ഇതൊരു യഥാർത്ഥത്തിൽ അധിക്ഷേപമാണ്. അദ്ദേഹത്തിന് സിനിമയുടെ A to Z അറിയാം. ഒരു മികച്ച സംവിധായകനാണ്, ലോകോത്തര സംവിധായകനാണ്, ഇതിലൊന്നും തർക്കമില്ല ശ്രീ മധുപാൽ. പക്ഷേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെങ്കിൽ തിരുത്താനുള്ള മണിക്കൂറുകൾ കടന്നു പോകുകയല്ലേ ശ്രീ മധുപാൽ. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇന്നലെ നടത്തിയതിനേക്കാൾ ഗുരുതരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ നടത്തിയതിനേക്കാൾ വളരെ മോശമായിട്ടാണ് ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ പറയുന്ന ഈ ഗായികയെ അദ്ദേഹത്തിന് അറിയണമെന്നില്ല, ഗായികയെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയാം. പക്ഷേ ചന്തയിൽ വരുന്നത് പോലെ വന്ന് സംസാരിക്കാൻ, വഴിയിൽ പോകുന്ന സ്ത്രീകൾക്ക് കയറി വരാൻ ഉള്ള ഇടമല്ല എന്ന രൂപത്തിൽ അധിക്ഷേപിക്കുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, പുഷ്പവതി എന്ന ഗായിക വളരെ സജീവമായിട്ട് കേരളത്തിൽ എത്രയോ കാലമായിട്ട് അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. അവർ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്, ഡെലിഗേറ്റാണ്. സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനും കൂടെ ചേർന്നതാണെന്നുള്ള ആദ്യം തിരിച്ചറിവുണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അയാൾ ചിലപ്പോൾ പുഷ്പവതി എന്ന ഗായിക ചിലപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയില്ല അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യമുള്ളത് വെച്ചാൽ അവരൊരു ഗായികയാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. വന്ന് നിൽക്കുന്നത് സിനിമയിൽ പാടിയിട്ടുണ്ട്. ആവട്ടെ, സന്തോഷം. ഞാൻ പറഞ്ഞ സിനിമ പാടിയ പാട്ടുകൾ കേട്ടു. ഞാൻ അതല്ലാത്ത അവരുടെ സ്റ്റേജ് പ്രോഗ്രാം ധാരാളം കേട്ടിട്ടുള്ള ഒരാളാണ്. അവർ ഒത്തിരി പാട്ടുകൾ അവരുടെ രീതിയിൽ പ്രോഗ്രാമുകളായിട്ട് നമ്മളത് കേട്ടിട്ടുള്ളതാണ്. മാത്രമല്ല അവർ സംഗീതനാട അക്കാദമിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പം സിനിമയിൽ പാടിയോ ഇല്ലയോ എന്നുള്ള സിനിമ എന്ന മീഡിയയിൽ പാടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി അവരൊരു പ്രേക്ഷകയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനേക്കാൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമകൾ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്. സിനിമകൾ കാണുന്ന പ്രേക്ഷകന് ബോധമുണ്ട്, അവൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മൾ പറയില്ല, ഒരു കാര്യത്തിൽ ഒരു സിനിമ കാണാനായിട്ട് ചിലപ്പോൾ തള്ളിക്കയറ്റങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങൾ ഉണ്ടാവാം. ചില സമയങ്ങളിൽ ചില ഫെസ്റ്റിവലുകൾക്കൊക്കെ ഉണ്ടായിട്ട് നമ്മളും നമ്മുടെ സിനിമകൾ കാണാൻ വേണ്ടി വന്നപ്പോഴും ഇല്ലാത്ത രീതിയിൽ വലിയ തള്ളിക്കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ പ്രേക്ഷകൻ ആ സിനിമ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടുവരുന്നതാണ്. അല്ലാതെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലെ സെക്സ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം കാണാൻ വേണ്ടി മാത്രമൊന്നുമല്ല സിനിമ. ഈ പറയുന്ന ആളുകൾക്ക് മുഴുവൻ അവരെടുത്തു വെക്കുന്ന സിനിമകളുണ്ടെങ്കിൽ ആ സിനിമകൾ കാണാൻ ആളുകൾ തള്ളിക്കയറുന്നു വരുന്നത് ആ സിനിമയുടെ മെറിറ്റ് കൊണ്ട് തന്നെയാണ് എന്ന് പറയാൻ മനസ്സിലാക്കാൻ മാർക്കറ്റിലെ തൊഴിലാളികളാണല്ലോ ഈ തള്ളിക്കയറുക. അത് അദ്ദേഹത്തിന് ആധികാരികമായി എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അന്ന് അവിടെ പറഞ്ഞു കേട്ടു എന്നാണ് പറയുന്നത്. ചാല മാർക്കറ്റിലുള്ളവർ, അതാണ് അദ്ദേഹം ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പഴയ ചാല മാർക്കറ്റിലെ തൊഴിലാളി മാത്രമല്ല, ചാല മാർക്കറ്റ് ആളുകൾ മാത്രമൊന്നുമല്ല, സാധാരണ മനുഷ്യന്മാരും ഡെലിഗേറ്റ് ആയിട്ട് വരുന്നിട്ടുള്ള എത്രയോ മനുഷ്യന്മാർ ചില സിനിമകൾ കാണാൻ തള്ളിക്കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് ചലച്ചിത്ര മേഖലയുമായിട്ട് നിന്നുകൊണ്ട് തന്നെ ചലച്ചിത്ര ഫെസ്റ്റിവലുകൾ കണ്ടുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നുണ്ട്, പ്രേക്ഷകനായിട്ട് നിന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഡെലിഗേറ്റ് ആയിട്ട് വന്ന് നിന്നുകൊണ്ട് പറയുന്നു പല സിനിമകൾക്കും അഭൂതപൂർവമായ തള്ളിക്കയറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നത്. ആ കാണുന്നത് ഏറ്റവും കൃത്യമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. അല്ല, ഇപ്പം ഞാൻ പറയുന്നത് ഈ ചാല തൊഴിലാളികൾക്ക് മാത്രമാണോ തള്ളിക്കയറാൻ പറ്റുന്നത്, അതല്ലാത്ത മനുഷ്യന്മാർക്കും തള്ളിക്കയറാൻ പാടില്ല എന്നുള്ളതാണ്. തൊഴിലാളികളോട്, സ്ത്രീകളോട്, ദളിതരോട് അദ്ദേഹത്തിന്റെ മനോഭാവം വ്യക്തമാക്കുകയാണ്. എന്താണ് താൻ എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മധുപാൽ, താങ്കളിലേക്ക് വരാം. ഞാനൊന്ന് ദിനുവയിലേക്ക് പോകുന്നു. ദിനുവയിൽ ഇപ്പോൾ SC/ST കമ്മീഷന് മുന്നിൽ പരാതി വന്നിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു. ദിനു ആണല്ലോ പോലീസിൽ കംപ്ലൈൻറ്റ് നൽകിയത്. അതിന്മേൽ എന്ത് നടപടിയായി? അദ്ദേഹം ഇന്നലത്തേതിനേക്കാൾ ഗുരുതരമായി അതിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് മുഴുവൻ അറിയാം. ഈ സിനിമ
പിടിക്കാനൊരു മോഹം വന്ന് ഉടനെ അങ്ങ് സർക്കാരിനെ സമീപിക്കുന്നു. അപ്പോൾ സർക്കാർ 1.5 കോടി അങ്ങോട്ട് എടുത്തു കൊടുക്കുന്നു. അതാണ് ഈ SC/ST വിഭാഗത്തിനും സ്ത്രീകൾക്കും കിട്ടുന്ന ഒരു വലിയ നേട്ടം. 1.5 കോടി അങ്ങ് വെറുതെ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ വെച്ച് സിനിമ ചെയ്യാൻ അറിയില്ല. എന്നിട്ട് സിനിമ ചെയ്യാൻ അറിയാത്തവരെന്ത് ചെയ്യും? സിനിമ ചെയ്യാൻ അറിയുന്നവരുടെ സഹായം തേടും. അങ്ങനെ ഒരു മരിച്ചുപോയ ഒരു ഛായാഗ്രാഹകന്റെ പേരടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സഹായിക്കുന്നു. അങ്ങനെ ഞാനൊരു സംവിധായിക എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്നു. ഇതാണത്രേ ഈ കാലത്തെ വനിതാ സംവിധായകർ. ഏതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കൽ. അദ്ദേഹം ഈ ഫണ്ട് എങ്ങനെ എത്തുന്നു എന്നതിനെക്കുറിച്ച് പ്രാഥമികമായി പരിശോധന നടത്തിയെങ്കിൽ ഇങ്ങനൊരു പ്രസംഗം നടത്തുമായിരുന്നോ ദിനു? യഥാർത്ഥത്തിൽ ജാതി എന്ന് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നത്, കാസ്റ്റിസം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളെ മർഡർ ചെയ്യുന്നതോ ഏതെങ്കിലും വ്യക്തികളെ അതിക്രൂരമായി ബോണ്ടഡ് ലേബറിന് വിധേയമാക്കുന്നതോ മാത്രമല്ല. ജാതീയത എന്ന് പറയുന്നത് ഒരു മനോനിലയാണ്, അതൊരു മാനസിക നിലയാണ്. ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നത് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനനാൽ തന്നെ ഇൻഫീരിയർ ആണെന്നും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇൻഫീരിയർ ആണെന്നും അവർക്ക് മെറിറ്റ് ഇല്ല എന്നൊക്കെ തന്നെ ആദ്യമേ കരുതുന്ന ഒരു അവസ്ഥ, മാനസിക അവസ്ഥയെ കൂടിയാണ് നമ്മൾ ജാതി എന്ന് പറയുന്നത്. ഇവിടെ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് 1871 നിലവിലുണ്ടായിരുന്നു. ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരൊക്കെ കുറ്റവാളികളാണ് എന്നായിരുന്നു ആ നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മളൊരു ജനാധിപത്യ ഇടത്ത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അത്തരമൊരു ഇടത്ത് കയറി വന്നുകൊണ്ടാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും ഒരു വിഭാഗത്തിനെതിരെ ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ചില സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? SC/STക്ക് ഈ പടമെടുക്കാൻ 1.5 കോടി രൂപ കൊടുക്കുമ്പോൾ അത് അഴിമതി ഉണ്ടാക്കാനുള്ള വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. SC/ST വിഭാഗത്തിന് ചെലവാക്കുന്ന ഫണ്ടിങ്ങിനകത്ത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അഴിമതി നടത്തുക എന്നല്ലാതെ ആ ഫണ്ട് ഉപയോഗിക്കുന്ന ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകൾ, KSFDCയുടെ ഫണ്ട് ഉപയോഗിച്ച ആളുകൾ എന്തെങ്കിലും തരത്തിൽ അഴിമതി നടത്തിയതായി അദ്ദേഹത്തിന് ബോധ്യമുണ്ടോ? പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ മുൻവിധി വരുന്നത്? ഈ വിഭാഗത്തിന് ഫണ്ട് കൊടുത്താൽ അവർ അഴിമതി നടത്തുമെന്നുള്ള മുൻവിധി എന്ന് പറയുന്നതാണ് ആധുനിക കാലത്തെ ജാതീയമായ ബോധം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഫണ്ട് ഇങ്ങനെ കൊടുക്കുന്നു, അത് എടുത്തങ്ങ് കൊണ്ടുപോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, എന്നിട്ട് അവിടെയും നിർത്തുന്നില്ല. ആ വിഭാഗം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ കയ്യിലെ പൈസയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു പോളിസിയെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു കാര്യം പോളിസി ക്രിറ്റിസിസം ആണോ കാസ്റ്റ് സ്റ്റീരിയോടൈപ്പിംഗ് ആണോ എന്നുള്ളത് കൃത്യമായി ഭൗതികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്കീമിൻ്റെ ഡിസൈനെ കുറിച്ചോ ഒരു ഇൻഡിവിജ്വൽ റോങ് ഡൂയറെ കുറിച്ചിട്ടോ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പബ്ലിക് എക്സ്ചക്കറിന് ടാക്സ് പേയിങ് ആയിട്ടുള്ള ഈ പൈസയെക്കുറിച്ച് ബോധമില്ലാത്ത, അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഏത് വിഭാഗങ്ങളാണ് ഇവിടെ നാൾക്ക് നാൾ അടിമപ്പണി ചെയ്ത് നാൾക്ക് നാൾ ആ ജനതയുടെ മുലക്കരമടക്കമുള്ള പൈസ എടുത്തുകൊണ്ട് ആ പൈസയ്ക്ക് ഒരു അധ്വാനവും എടുക്കാതെ ജീവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ സമുദായത്തിൽപ്പെട്ട അവരുടെ പാരമ്പര്യമാണ് അത്തരം ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂർവ്വ സമൂഹങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നിരന്തരം അധ്വാനത്തിൻ്റെ പുറത്ത് ഞങ്ങളെ കാർഷിക അടിമകളാക്കി നിർത്തിക്കൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മുൻതലമുറകൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല. അത്തരം ചരിത്രത്തിൽ അടിമകളായി അധ്വാനിച്ച് നിരന്തരം കരം കൊടുത്ത മനുഷ്യരടങ്ങുന്ന ജനതയെയാണ്, അവരുടെ ഹോണസ്റ്റിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് സംശയമുള്ളത്. അപ്പോൾ ഞങ്ങളെ വന്നുകൊണ്ട് ഈ നാട്ടിലെ പബ്ലിക് എക്സ്ചക്കർ എന്താണെന്നും പബ്ലിക് റിസോഴ്സസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നും ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ചരിത്രപരമായി ഈ നാടിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങളടങ്ങുന്ന മനുഷ്യരെന്ന് പറയുന്നത്. ഒരു കാര്യത്തിനകത്ത് പരിശീലനം 3 മാസം പരിശീലനം വേണമെന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് അദ്ദേഹം ആ പദ്ധതിയെക്കുറിച്ച് എന്ത് പഠനത്തിന് പുറത്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ശ്രീ മധുപാൽ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. 5 അംഗ സമിതി വെച്ച് 2 ഘട്ടങ്ങളായി ഇന്റർവ്യൂകൾ നടത്തി മെന്റർഷിപ്പ് കൊടുത്ത് നീരജ് ഗൈവാനിയും അഞ്ചൽ രാജ്ബലിയും അടക്കമുള്ള ആളുകൾ, പ്രശസ്തരായുള്ള സംവിധായകരുടെ നേതൃത്വത്തിൽ മെന്റർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ സംവിധായകരെ തിരഞ്ഞെടുക്കുന്നത്. 2022 മാത്രം 65 സംവിധായകരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ SC/ST വിഭാഗത്തിന് തെങ്ങ് കയറ്റത്തിന് ചില പദ്ധതികളുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ വന്ന് പറയുമോ തെങ്ങ്
മുന്നേറ്റ പദ്ധതിക്ക് 3 മാസത്തെ കഠിന പരിശീലനം SC/ST വിഭാഗത്തിലെ ആളുകൾക്ക് വേണമെന്ന് അദ്ദേഹം പറയുമോ? അദ്ദേഹം ഒരിക്കലും പറയില്ല. കാരണം ജന്മനാ ഇത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ കഴിവുണ്ടല്ലോ, തെങ്ങ് കയറാനും കുഴി കുടിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ജന്മനാ കഴിവുണ്ട്. പക്ഷെ സിനിമയുടെ കാര്യം വരുമ്പോഴാണ് 3 മാസത്തെ തീവ്ര പരിശീലനം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. നാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അദ്ദേഹം അടക്കം ഒരുപാട് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും അദ്ദേഹത്തിന് തീവ്ര പരിശീലനത്തെക്കുറിച്ച് ആവശ്യമില്ല. മാർജിനലൈസ്ഡ് വ്യക്തികളാവുന്ന സമയത്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അദ്ദേഹം ഇന്ന് അവസാനമായി പറഞ്ഞിട്ടുള്ള അധിക്ഷേപ വാക്കുകൾ നോക്കൂ. കഴിഞ്ഞ 26 വർഷമായി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഹിന്ദിയിലെ ദോഹകൾ, പൊയ്കയിൽ അപ്പച്ചൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒക്കെ പാട്ട് തൻ്റെതായ ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പുഷ്പവതി എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് കേരള സംഗീത നാടക അക്കാദമി പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ഒരു ലേഡിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു പക്ഷേ എനിക്ക് അവരെ അറിയില്ല എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷെ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? വഴിയിലൂടെ പോകുന്ന സ്ത്രീ ആയിട്ടാണ് ഉപാധ്യക്ഷയാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവർക്കെന്താണ് ഈ കോൺക്ലേവിൽ കാര്യമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ കാണുന്ന ആ പരിപാടിയുടെ ചിത്രത്തിൽ തന്നെ സിനിമാ മേഖലയുമായി ഒരു ബന്ധമില്ലാത്ത, സർക്കാരുമായി അടുപ്പം പുലർത്തുന്ന എഴുത്തുകാരടക്കം അവിടെയുണ്ട്. അവരൊന്നും വരുന്നത് തെറ്റാണെന്നല്ല, എല്ലാവരും വരട്ടെ, ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. സിനിമയുമായി താല്പര്യമുള്ളവരായിരിക്കാം, സർക്കാരുമായി എടുത്ത വൃത്തങ്ങളാണ്, എഴുത്തുകാരാണ്, അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കടന്നുകൂടിയതാണോ എന്ന രൂപത്തിലാണ് ആ ചോദ്യം വരുന്നത്. ഇതിനു ഞാൻ വരാം. പുഷ്പവതി ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. പുഷ്പവതി, ഇപ്പോൾ സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയാണ് താങ്കൾ. താങ്കളെ അറിയില്ല എന്നുള്ളത് ഒരു വലിയ കുഴപ്പമല്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇന്ന് നടത്തിയ പ്രതികരണം ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി, അങ്ങനെ പത്രത്തിൽ ഫോട്ടോ അടിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ പ്രതികരണം എന്നാണ് പുഷ്പവതിയുടെ പ്രതികരണത്തിനെ പറ്റി പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി പറയാൻ നിങ്ങൾ ആരാണ് എന്ന ചോദ്യം വരുന്നുണ്ട്. മാത്രമല്ല, അതൊരു ചന്തയല്ല എന്നുകൂടിയാണ് പുഷ്പവതിയോട് അടൂർ ഗോപാലകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഇന്ത്യൻ പൗരയാണ്, ഒരു സിംഗറാണ്, ഇന്ത്യൻ നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയാണ്. പിന്നെ സർക്കാർ എന്നെ ക്ഷണിച്ചതിന് പ്രകാരമാണ് ഞാൻ അവിടെ എത്തിയത്, വലിഞ്ഞു കയറി വന്നതല്ല. ഇതാണ് ഒരു മറുപടി. മറ്റെന്താണ് ഞാൻ പറയേണ്ടത്? അല്ല, ചന്തയല്ല എന്ന് പറയുന്നു. ചന്തയിൽ പ്രതികരിക്കുന്നത് പോലെ, അതായത് അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ ഇടയിൽ കയറി എങ്ങനെയാണ് അവിടെ പുഷ്പവതിക്ക് ആവുക എന്ന് ചോദിക്കുന്നു. പുഷ്പവതി അവിടെ നിർത്താൻ ആവശ്യപ്പെടുന്നത് അവിടെ കാണികൾ ഇരുന്ന കുറച്ചു പേരാണ്. എന്തുകൊണ്ട് മന്ത്രിമാർ ഇടപെട്ടില്ല എന്ന് പരാതി കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മനോനില ഈ ആർക്കും ഇനി തിരുത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അത് അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു മനോനിലയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ അതങ്ങ് ഉറച്ചു പോയിട്ടുണ്ട്. ഇനി പിന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സത്യത്തില്. ഈ പ്രതികരണത്തിന് ശേഷം പുഷ്പവതി ആ പ്രതികരണം നടത്തുമ്പോൾ നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങളിൽ പുഷ്പവതി മാത്രമാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു കയ്യടിയൊക്കെ ഉയരുന്നുണ്ട്. ഏത് കോണിൽ നിന്നാണ് നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്നില്ല, നല്ല കയ്യടി വരുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ. അതിനുശേഷം പുഷ്പവതി സംസാരിക്കുമ്പോൾ എവിടെ നിന്നാണ് പുഷ്പവതിക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ ആ സമയത്തുണ്ടായത്? എവിടെയും കണ്ടില്ല. ആ സമയത്ത് പിന്നെ കൈയടിക്കാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ കൈയടിച്ചെന്ന് അറിയില്ല, കാരണം ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതും പിന്നെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അത് സംസാരിക്കുമ്പോൾ അതിന് തക്കതായ മറുപടി കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വർഗബോധത്തിൽ നിന്നാണ്. അതായത് എന്റെ വംശത്തെ കുറിച്ച് ഉള്ള ഒരു അധിക്ഷേപമായിട്ടാണ് എനിക്ക് തോന്നിയത് അത്. പുഷ്പവതിക്ക് അതിൽ ഫീൽ ചെയ്ത ഭാഗം എന്ന് പറയുന്നത് അഴിമതിക്കാണ് ഈ പണം എന്നതാണോ? ഞാൻ പറയുന്നു, ഡോക്ടർ ബിജുവിനെ പോലെ 15ഓളം സിനിമകളൊക്കെ എടുത്ത് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധ നേടിയ ഒരു ദളിതനായിട്ടുള്ള ഡയറക്ടറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും പ്രത്യേക പരിശീലനം നേടിയിട്ടൊന്നും അല്ല സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോ ഈ ദളിതർക്ക് പിന്നെ 1.5 കോടി കൊടുക്കുമ്പോൾ മാത്രം ഒരു പ്രത്യേക പരിശീലനം കൊടുക്കണം എന്ന് പറയുന്നതില് ആ ഒരു മനോനില, അത് ഏത് തരം ചിന്തയിൽ നിന്നാണ് വരുന്നത് എന്ന് തലയ്ക്ക് വെളിവുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ദളിതർക്കും സ്ത്രീകൾക്കും, അതെ, ദളിതർക്കും സ്ത്രീകൾക്കും ഇതെല്ലാം സാമൂഹികപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അതൊക്കെ ആലോചിച്ചാൽ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവും. ഇതിനുശേഷം പുഷ്പവതിയോട് അങ്ങനെ പ്രതികരിക്കരുതായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞോ?
അങ്ങനെ പറയാൻ ആർക്കാണ് ഇവിടെ ധൈര്യം? എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണഘടനാപരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അവകാശമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അവിടെ നിന്ന് പറയാമെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായം ഇവിടെ നിന്ന് പറയാം. ഇപ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ 2 തരം പ്രതികരണങ്ങളാണല്ലോ വരുന്നത്. VN വാസവന് അതൊരു അധിക്ഷേപമായി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ മന്ത്രി R ബിന്ദു അതിശക്തമായി പ്രതികരിക്കുന്നു, AN ഷംസീർ അതിശക്തമായി പ്രതികരിക്കുന്നു. അതിനോട് എന്താണ് പറയാനുള്ളത്? സർക്കാരിൽ നിന്ന് തന്നെ വരുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളെ എങ്ങനെ കാണുന്നു? അവര് ഇവിടുത്തെ ദളിതരുടെ പ്രശ്നങ്ങൾ എന്താന്ന് പഠിക്കട്ടെ ആദ്യം. എല്ലാവർക്കും ചിലപ്പോൾ ശരിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. അല്ലാതെ ഞാൻ എന്താ പറയാ, ഇവിടുത്തെ ദളിതരുടെ പ്രശ്നങ്ങൾ അവരാദ്യം പഠിക്കട്ടെ. ശരി, അടൂരിനോട് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, അദ്ദേഹം ദളിതരുടെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് നല്ലൊരു സിനിമ എടുക്കട്ടെ എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്യാനുള്ളത്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായും സിനിമയിൽ 60 വർഷമായി അദ്ദേഹം സിനിമയിൽ പ്രവർത്തിക്കുന്നു. സിനിമയുടെ A to Z അറിയാം. നിങ്ങൾക്ക് സാങ്കേതിക ജ്ഞാനമില്ല, സിനിമയുടെ ലൈറ്റിംഗ് എങ്ങനെയാണ്, ക്യാമറ എങ്ങനെയാണ്, ഒന്നും അറിയില്ല. ഒന്നും അറിയാത്തവരാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ രോഷം. അത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. ഒന്നും അറിയാത്തവനാണോ? ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകൾ എത്ര പേരുണ്ട് കേട്ടോ. ഞാൻ ഡോക്ടർ ബിജുവിന്റെ പേര് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന, എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് പോലും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് കുറച്ചും കൂടെ എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. അതല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. ശരി, അവസാനമായി പുഷ്പവതിക്ക് എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്? ഇപ്പോൾ അടൂരിനോട് എന്തു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു? കാരണം അടൂർ ഇതിൽ നിന്നൊരു മനസ്സിലാക്കലിലേക്ക് എത്തിയെന്ന് കരുതുന്നില്ല. കാരണം കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് ഇന്നത്തെ പ്രതികരണം. അദ്ദേഹത്തോട് ഞാൻ ഇനി എന്ത് പറയാനാ? ഈ ഒരു പ്രായത്തില് ഇനി അദ്ദേഹത്തെ എന്ത് പഠിപ്പിക്കാനാണ്? നമ്മളൊന്നും അതിനുള്ള ഒരാളല്ല. എനിക്ക് അദ്ദേഹത്തിനോടൊരു അപേക്ഷയാണ്. ആളുകളുടെ പ്രശ്നങ്ങളെ പഠിച്ചിട്ട് വേണം പൊതുവേദിയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. അവർക്കും വേണം ചില പഠനങ്ങൾ. ഞങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ശരിയാണ്. ശ്രീ മുകേഷ് കുമാർ, ഇപ്പോൾ അടൂറിന്റെ ഇന്നലത്തെ പ്രസംഗം, ഇന്നത്തെ പ്രതികരണം രണ്ടും അങ്ങ് കണ്ടിരിക്കുമെന്ന് കരുതുകയാണ്. എന്താണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? സിനിമയെ അറിയുന്നവർ, സിനിമയെ പൂർണ്ണമായും മനസ്സിലാക്കിയവർ മാത്രമേ സിനിമയുമായി ബന്ധപ്പെട്ട് മിണ്ടാവൂ എന്നുകൂടിയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. മാത്രമല്ല, സിനിമയെന്ന് വെച്ചാൽ അതിൻ്റെ ആത്യന്തിക വാക്ക് താൻ തന്നെയാണ്, ആത്യന്തികമായി താൻ തന്നെയാണ് സിനിമയുടെ മുഴുവൻ അധികാരിയുമായി വരുന്നത്. കാരണം ഞാൻ എടുക്കുന്ന സിനിമ മോശമായിട്ടുണ്ടോ? ഞാൻ 1 കോടിക്കപ്പുറം പണം ഇതുവരെ ചിലവാക്കിയിട്ടില്ല. ഞാൻ 1 മാസത്തിനപ്പുറം ഒരു സിനിമ ഷൂട്ടും നീട്ടിയിട്ടില്ല. 30 ദിവസത്തിനുള്ളിൽ സിനിമ തീർക്കും. അപ്പോൾ ഞാനാണ് ആത്യന്തികമായി വരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു അതാണ് ശരി, അപ്പുറത്തേക്ക് എല്ലാം തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ പുഷ്പവതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ചാല മാർക്കറ്റിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അവിടെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ഫിലിം പോളിസി കോൺക്ലേവ് വളരെയധികം ക്രിയാത്മകമായിട്ടുള്ള ആശയ സംവാദങ്ങൾ, ആശയ കൈമാറ്റങ്ങൾ നടന്ന ഒരു വേദിയായിട്ടാണ് പൊതുവെ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിൽ തീർത്തും കളങ്കം ഏൽപ്പിക്കുന്ന ഒരു നടപടിയായി പോയി ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ സമാപന ചടങ്ങിലെ പ്രസംഗം. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, അടൂരിന്റെ ഒരു സിനിമാ കരിയർ, ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും സിനിമാ ചരിത്രാന്വേഷകൻ എന്ന നിലയിലും അടൂരിന്റെ സിനിമാ കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 3 തരം വികാരങ്ങളാണ് തോന്നുന്നത്. സ്വയംവരം മുതൽ വിധേയൻ വരെയുള്ള പീരീഡ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ക്രിയേറ്റീവ് പേഴ്സൺ, ഒരു സംവിധായകന്റെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഹൈയിൽ നിൽക്കുന്ന ഒരു പീരീഡ്. ആ പീരീഡിൽ അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള സിനിമകൾ, മലയാള സിനിമയെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതിന് അദ്ദേഹത്തോട് ആദരവുണ്ട്. അതിനുശേഷമുള്ള ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും സുഖാന്ത്യം തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിനിമകളുടെ സമയത്ത് ക്രിയേറ്റീവ് എബ് എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള, അതായത് സർഗശേഷിയുടെ ഒരു വേലിയിറക്ക പീരീഡിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. ഈ പിന്നെയും സിനിമയും സുഖാന്ത്യം എന്ന സിനിമയെ കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ വളരെ അസഹിഷ്ണുതയോടെയാണ് അദ്ദേഹം അതിനെ നേരിട്ടത്. അപ്പോൾ ആ ഒരു പീരീഡിനോട് ഉള്ള അടൂർ ഗോപാലകൃഷ്ണനോട് എനിക്ക് സഹതാപമാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസത്തെ
അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളാകട്ടെ, അതിനു മുമ്പുള്ള കുറച്ച് കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അതായത് ഫിലിം ഫെസ്റ്റിവലിൽ എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല, അവിടെ വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് കുറേ കാലമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയാണ് അദ്ദേഹം ചാല മാർക്കറ്റും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അദ്ദേഹത്തോട് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഇതിനോട് എങ്ങനെയാണ് അതുകൂടാതെ സമൂഹം പ്രതികരിച്ചത് എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഈ സിനിമാ ലോകം തന്നെ എങ്ങനെ പ്രതികരിച്ചു എന്നും അങ്ങ് കണ്ടതാണല്ലോ. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതവിടെ തുടരുന്നു, ഒരു തരത്തിൽ തുടരുന്നു എന്ന് തന്നെയല്ലേ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഈ കോൺക്ലേവിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളുണ്ടല്ലോ മുകേഷ്. അതെ അതെ, അടൂർ ഗോപാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അദ്ദേഹത്തിന്റെ സെൻസിബിലിറ്റി ഒരു 80കളുടെ അവസാനത്തോടെ വന്ന് ഫ്രീസ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ അങ്ങ് മരവിച്ച് നിൽക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സെൻസിബിലിറ്റി, സിനിമ സെൻസിബിലിറ്റി. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമകൾ കണ്ടംപററി, അതായത് കാലികമായിട്ടുള്ള സിനിമകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സിനിമകൾ വളരെ കുറവാണ്. ആശയപരമായിട്ട് അതിന് കാലിക പ്രസക്തി ഉണ്ടാവാം, പക്ഷേ കണ്ടംപററി എന്ന് പറയുന്ന സിനിമകൾ അദ്ദേഹം എടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയില്ല. 80കളിൽ അദ്ദേഹത്തിൻ്റെ സെൻസിബിലിറ്റി വന്ന് മുട്ടി നിൽക്കുകയാണ്. അതേ പറഞ്ഞ കാര്യം എന്താ, 1.5 കോടി രൂപ എന്തിനാണ് കൊടുക്കുന്നത്? 50 ലക്ഷം വീതം 3 പേർക്ക് വീതിച്ചു കൊടുത്താൽ പോരെയെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു മലയാള സിനിമ പ്രൊഡക്ഷൻ്റെ കോസ്റ്റിങ്ങും അതിൻ്റെ ബജറ്റിങ്ങും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ അവസാന സിനിമ എത്ര വർഷമായി മുകേഷ്, സിനിമകൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളെന്ന നിലയ്ക്ക്? അവസാന സിനിമ വന്നിട്ട് ഏതാണ്ട് ഒരു 12 വർഷമായിട്ടുണ്ടാവും, ഫീച്ചർ ഫിലിം വന്നിട്ട്. ശരി, അപ്പോൾ ഈ 12 വർഷത്തിന് ഇടയ്ക്ക് ഉണ്ടായ ചെലവ്, സാങ്കേതിക ജ്ഞാനത്തെ കുറിച്ചും സിനിമയിലെ ഓരോ മേഖലയിലെ ജ്ഞാനത്തെ കുറിച്ചുമാണ് അദ്ദേഹം വാചാലനായിട്ടുള്ളത്. 12 വർഷത്തെ മുമ്പുള്ള ആ ഒരു പീരീഡിലാണ് അദ്ദേഹം സ്റ്റക്കായി നിൽക്കുന്നത്. ആ ഒരു പീരീഡിലാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് ഒരു ദിവസത്തേക്ക് 3 മുതൽ 4 ലക്ഷം രൂപ സാധാരണ ഒരു സിനിമയ്ക്ക് കോസ്റ്റ് ആവും. സാധാരണ ഒരു മലയാള സിനിമയ്ക്ക്, ഇൻഡിപെൻഡന്റ് സിനിമകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഫോണിലോ അല്ലെങ്കിൽ ചെറിയൊരു ക്രൂ വെച്ചിട്ട് ചെയ്യുന്ന സിനിമയല്ല. സാധാരണ ഒരു പ്രൊഡക്ഷൻ സിനിമയാണെങ്കിൽ അത് 3 മുതൽ 4 ലക്ഷം രൂപ ഡെയിലി കോസ്റ്റ് വരും മലയാള സിനിമയിൽ. അപ്പോൾ ആ പീരീഡിലാണ് പുള്ളി പറയുന്നത് ഈ 50 ലക്ഷം രൂപ വെച്ച് 3 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ വയനാട് ദുരന്തത്തിൽ മറ്റേ എന്താ പറഞ്ഞത്, മൊത്തം ദുരിതാശ്വാസ നിധി എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കൂ എന്ന് പറയുന്നതുപോലെ അങ്ങനെയുള്ളൊരു പോഷത്തരമാണ് പുള്ളി ഈ കാര്യത്തിൽ പറഞ്ഞത്. പണിയറിയാത്തവർക്കാണല്ലോ അപ്പോൾ പൈസ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അതിനുള്ള ന്യായം. രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ താങ്കൾ അടൂർ അനുകൂലിയാണെന്നറിയാം. അടൂരിനെ അനുകൂലിക്കാവുന്ന താങ്കളുടെ പോയിന്റ്സ് ഒന്ന് പറയാമോ? സ്മൃതിജിക്ക് ആദ്യം തന്നെ തുടങ്ങട്ടെ. ദിലീപേട്ടനോട് ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് തീർക്കണം, അടൂർ സാർ വഴി തീർക്കരുത്. അത് കുഴപ്പമില്ല. നിങ്ങളുടെ അടക്കമുള്ള മറ്റൊരു കേസിൽ അടൂർ സാർ പ്രതികരിച്ചു എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ കേസിലായിരുന്നു, അല്ലല്ലോ ദിലീപ് എന്ന് പറയുന്ന സിനിമാറിന്റെ കേസിൽ തന്നെ അല്ലേ? പിന്നെയും എന്ന സിനിമയുണ്ടാക്കുമ്പോൾ പിന്നെയും എന്ന സിനിമയുടെ നിർമ്മാതാവും പിന്നെയും എന്ന സിനിമയിലെ നായകനും നടിയാക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ്. എന്താണ് അതിൽ രഹസ്യം? എന്താണ്? അല്ല, പിന്നെന്താ സ്മൃതിജി ആദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞത്? ഞാൻ ഇത് തന്നെയല്ലേ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ദിലീപേട്ടനോട് ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് തീർക്കണം. ഈ ദേഷ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ വിഷയത്തിലേക്ക് വരൂ. നമ്മൾ വിഷയത്തിൽ ഊന്നി സംസാരിക്കാം. അടക്കമുള്ള ആരോപണങ്ങൾ കോടതി ഈ മാസം തള്ളും. നമുക്കത് കാത്തിരുന്ന് കാണാം. പോട്ടെ, കോടതി വിധിയും തീരുമാനിച്ചു. നമ്മുടെ അല്ല, ദിലീപേട്ടനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കുറ്റക്കാരനാണെന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിരപരാധി എന്ന് പറഞ്ഞ പ്രശ്നമാണോ? അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. ഈ വിഷയത്തിലേക്ക് വരാം. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച, പത്മശ്രീ നൽകി ആദരിച്ച, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ച മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി 84 വയസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഈ ചർച്ചയിൽ ഉയർന്ന വാക്കുകളാണ്. അദ്ദേഹത്തോട് സഹതാപമാണ്, ഇപ്പോൾ എനിക്ക് പുച്ഛമാണ്, ഭോഷ്കാണ്. ഇത് ഏജിസം കൂടിയല്ലേ? പ്രായമാകുമ്പം ഫ്രീസ് ആയി പോയി. അതായത് പ്രായമാകുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമാറ്റിക് സെൻസിബിലിറ്റി, സോഷ്യൽ സെൻസിബിലിറ്റി കൂടെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു, പോയി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥ
യഥാർത്ഥത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആംഗിളിൽ നിന്നല്ലാതെ വേറൊരാൾ സംസാരിച്ചാൽ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കും എന്നുള്ള നിലപാടല്ലേ? താങ്കളുടെ ആംഗിൾ പറയൂ. പറഞ്ഞോട്ടെ, അതിന് മറുപടിയാണ് പറയുന്നത് മാഡം. ഇനി അത് നമ്മൾ പറയാതെ പറയുന്ന കാര്യം എന്താ? അടിസ്ഥാനപരമായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് സവർണ ധാർഷ്ട്യമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഏത് ഭാഗത്ത് നിന്നാണ് കയ്യടി ഉയർന്നതെന്ന് അറിയില്ല. ഞാൻ പറയുമെന്ന് വിചാരിച്ചു ഈ തിരുവനന്തപുരം നായർ ലോബിയാണ് കൈയടിച്ചതെന്നും കൂടെ പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താ? സ്ട്രോമാൻ ആർഗ്യുമെന്റുകൾ ഉപയോഗിച്ച് ഒരാൾ പറഞ്ഞ എൻ്റെ എസൻസിനെ മുഴുവൻ ഇല്ലാതാക്കും. എനിക്ക് ദിനുവിനെ വ്യക്തിപരമായ ആദരവാണ്, ബഹുമാനമാണ്. ഞാൻ പലപ്പോഴും ഞാനും ദിനും കൂടെ ചർച്ചയായിരിക്കും പറയുന്നുണ്ട്. മഹാനായ അംബേദ്കറിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞത്, നമ്മുടെ അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ നമ്മുടെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആത്മസംയമനമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മിസ്റെപ്രസെന്റേഷൻ എങ്ങനെ ശരിയാവും? ഉദാഹരണം മുലക്കരത്തിന്റെ കാര്യം പറഞ്ഞു. എന്താണ് മുലക്കരവും തലക്കരവും എന്ന് അറിയാമോ? ആണുങ്ങൾ കൊടുക്കേണ്ട ടാക്സിന്റെ പേരാണ് തലക്കരം, പെണ്ണുങ്ങൾ കൊടുക്കേണ്ട ടാക്സിന്റെ പേരാണ് മുലക്കരം. അല്ല നമ്മുടെ നാട്ടിൽ പറയുന്ന പ്രൊപ്പഗാൻഡ ഒന്നുമല്ല. ഇനി ഇവിടത്തെ തന്നെ കേസിൽ അടൂർ ഗോപാൽ സാർ എക്സാക്ട്ലി അദ്ദേഹം അത് വ്യക്തതയും വിശദീകരണവും വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എത്രയോ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം വിശദീകരിക്കൂ. കൃത്യമായി ഞാൻ വായിക്കുകയാണ്, ഞാൻ എന്റെ ഭാഗത്തുനിന്നല്ല, കൃത്യമായി പറയുന്നതാണ്. പിന്നോക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരം എന്ന നിലയിലാണ് സർക്കാർ ഗ്രാന്റ് നൽകുന്നത്. ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവർ അല്ല അവർ. അതിനാലാണ് അവർക്ക് പരിശീലനം അടക്കം നൽകണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞാൽ അടൂർ സാർ സിനിമാ ചിത്രീകരണത്തെ കുറിച്ച് അറിവില്ലാത്തതൊരു പ്രശ്നമാണ്. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീടും അവർ ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കും. ഇനി അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ 1.5 കോടി വെച്ചല്ല എടുത്തത്. 1.5 കോടി വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ ഇതിനു മുമ്പ് ട്രെയിനിങ് വേണം. യു ഷുഡ് ടീച്ച് ഫിഷിംഗ്, നോട്ട് ഗിവ് എ ഫിഷ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം. അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ 30 ദിവസത്തിനുള്ളിൽ സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കും. ഞാൻ ഇടതുപക്ഷക്കാരൻ അറിയാമല്ലോ, വലതുപക്ഷക്കാരനാണ്. മുകേഷ് അല്ലെങ്കിൽ ശ്രീ മുകേഷ് സാർ എന്ന CPM-ന്റെ MLA, വാസവൻ സാർ നമ്മുടെ മന്ത്രി അടക്കം പറഞ്ഞില്ലേ, അദ്ദേഹം ഗുരുതുല്യനാണ്. ദോഷൈകതൃക്കായി കാണേണ്ട ഇതിഹാസ തുല്യനായ ഒരു വ്യക്തിയെ മനഃപൂർവ്വം ജാതീയതയുടെ കണ്ണിൽ കുരുക്കിയിട്ട് ദോഷൈകതൃക്കായി കാണുന്നതിന് എന്തർത്ഥമാണ്? ബോധപൂർവം സ്ട്രോമാൻ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ, ദിനുവിനോട് ബഹുമാന പുരസരം. ഈ തെങ്ങ് കയറ്റത്തിന്റെ പരിശീലനമൊക്കെ ദിനു പറഞ്ഞു. ഇനി സിനിമ എടുക്കാൻ പരിശീലനം കൊടുത്തില്ലെങ്കിലും തെങ്ങ് കയറ്റത്തിൽ പരിശീലനം കൊടുക്കണം. കാര്യം തെങ്ങ് കയറ്റത്തിൽ പരിശീലനം ആരെങ്കിലും താഴെ വീണാൽ അവരുടെ ആരോഗ്യവും ജീവിതവും ഒക്കെ നഷ്ടമാകും. എല്ലാ മേഖലയിലും ഒരു പരിശീലനം വേണം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നിൽ ജാതീയ പൊതുബോധമാണ്. നമ്മുടെ വിഷയം ഈ പണം കൊടുക്കുന്നത്, ഈ സർക്കാർ ഈ പദ്ധതി എന്തിനാണ് പ്രഖ്യാപിച്ചത്? പുതുതായി വരുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ. അത് SC/ST മേഖലയിലുള്ളവർക്കും സ്ത്രീകൾക്കും. അങ്ങനെ അല്ല, പറയട്ടെ. അങ്ങനെ വെറുതെ വന്ന് ഒരു SC/ST കാരനായാലും ഒരു സ്ത്രീ ആയാലും എനിക്കിന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ നേരെ 1.5 കോടി കൊടുക്കുകയല്ല. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് നേരത്തെ ശ്രീ മധുപാലും ദിനുവും വിശദീകരിച്ചത്. താങ്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ് അത് കൊടുക്കുന്നത്. ഒരു വിദഗ്ധ സമിതിയുണ്ട്. ആ വിദഗ്ധ സമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനു മുമ്പ് പത്രത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. ആ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പൂർണ്ണമായി തിരക്കഥ സമർപ്പിക്കണം. ആ തിരക്കഥ മലയാള സിനിമയിലെ പ്രശസ്തരായ ആളുകളടങ്ങിയ 5-അംഗ സമിതി പരിശോധിക്കുന്നു. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ ജൂറി 2 ഘട്ടങ്ങളിലായി ഇന്റർവ്യൂ ചെയ്താണ് 2 വിഭാഗങ്ങളിൽ നിന്നും 2 പേരെ വീതം സിനിമ ചെയ്യാനായി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വലിയൊരു സംവിധാനത്തിലൂടെ കടന്നു പോയിട്ടാണ് അവർക്കാണ് ഈ പണം കൊടുക്കുന്നത്. അത് വേസ്റ്റായി എന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് തോന്നുന്നത്? ഇപ്പോൾ താങ്കൾക്ക് നമ്മൾ വസ്തുതയാണ് ഇവിടെ പ്രശ്നം. ഒന്ന്, അത് വേസ്റ്റായി എന്ന് അദ്ദേഹം പറയുന്നില്ല. വേസ്റ്റായി എന്ന് പറഞ്ഞു. എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 സിനിമ കണ്ടു, വളരെ മോശം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തിരക്കഥ മാത്രം നോക്കി പടം എടുത്താൽ പടം പപ്പടമാകും. പകരം അദ്ദേഹത്തിന്റെ കൃത്യ വാക്കുകളാണ്, ഇതിന് കുറെ കൂടെ ആസൂത്രണം വേണം, പഠനം വേണം, പരിശീലനം വേണം എന്നൊരാൾ പറയുമ്പോ മനഃപൂർവ്വം ദോഷൈകതൃക്കായ അതിന്റെ പിന്നിൽ ജാതീയ പൊതുബോധം ഉണ്ടാക്കാനാണോ ഈ പറയുന്ന നീരജ് ഗൈവാൻ, അഞ്ജുൻ രാജാബാലി തുടങ്ങിയവരൊക്കെ ഈ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ മുതിർന്ന ശ്രീ മുകേഷിന്റെ വാക്കുകൾ കടമെടുത്താൽ ഗുരുതുല്യനായി നിൽക്കുന്ന ഒരാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പോണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് മനസ്സിലാക്കുക? അല്ലെ, ഈ അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രായം ഒരു വിഷയം തന്നെ. ശരി, പ്രായത്തെ നമ്മളിവിടെ ആരും അപമാനിക്കുന്നില്ല, ഒരു പ്രായമായ ആളെ അപമാനിക്കുന്നില്ല. പ്രായമായ ആൾക്ക് വിജ്ഞാനത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് ഈ പ്രായമായ സമയത്തും നേടാമല്ലോ. അദ്ദേഹം പറഞ്ഞു ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിച്ചാൽ മതി. അത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പഠിച്ചിട്ടില്ല. കാരണം ഈ 1.5 കോടി നേരെ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയോ ഈ പറയുന്ന ഈ പുതുതലമുറയിൽ വരുന്ന ഈ സംവിധായകരുടെ അക്കൗണ്ടിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. അതെവിടെയാണ് ചെയ്യുന്നത്? KSFDC നിയോഗിക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരിലൂടെയാണ് ഈ പണം കൊടുക്കുന്നത്. അത് മോണിറ്റർ ചെയ്യാനുള്ള കൃത്യമായ സംവിധാനമുണ്ട്, അതിന് ഉദ്യോഗസ്ഥരുണ്ട്.
നിർമ്മാതാവ് എന്ന നിലയിൽ ഓരോ സിനിമയുടെയും തുക ചെലവഴിക്കുന്നത് KSDC നേരിട്ടാണ്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്നത് വേസ്റ്റ് ആക്കുന്നത്? അഴിമതി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അഴിമതി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അഴിമതി നടക്കുക? അല്ല ഒരു കാര്യം കൂടി, അദ്ദേഹം അഴിമതി ഏതെങ്കിലും പിന്നോക്കക്കാരൻ ചെയ്യുന്നു എന്നാണോ പറയുന്നത്? പിന്നെ പിന്നോക്കക്കാർക്ക് കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? സ്ത്രീകളെ അഴിമതി ചെയ്യുന്നു തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ല അദ്ദേഹം എന്താ ദൈവം, അതൊക്കെ അതിവായനയല്ലേ? ഒന്ന് എന്ത് അതിവായന? എന്ത് അതിവായന? ഈ പദ്ധതിയെ കുറിച്ചാണല്ലോ അദ്ദേഹം വിശദീകരിക്കുന്നത്, ഈ പദ്ധതിയാണല്ലോ അദ്ദേഹം വിമർശിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം SC/ST വിഭാഗത്തിലും സ്ത്രീകൾക്കുമാണല്ലോ ഫണ്ട് നൽകുന്നത്. പിന്നെ വേറെ എവിടേക്കാണ് അദ്ദേഹം പോകുന്നത്? അവിടെയാണ്. ഇത് ആരെങ്കിലും ഇവർ അഴിമതി നടത്തുന്നു എന്നാണോ പറയുന്നത്? നമ്മൾ അതിവായന നടത്തി ദോഷൈക ദൃക്കുകളാണ് ഇതിൽ അർത്ഥമുണ്ടോ? ഗുരുതുല്യനായ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളെ പോസിറ്റീവ് സ്പിരിറ്റായി എടുക്കാതെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനില്ലാത്ത അർത്ഥങ്ങൾ കയറ്റി അതിൽ 1-2 വാചകങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ എടുത്ത് അദ്ദേഹത്തെ മോശമായി ഒരു വരി പോലും കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല, ഒറ്റ വരി പോലും കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മുഴുവൻ വെർബാറ്റം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും വെർബാറ്റം എഴുതി വെച്ചിട്ടുണ്ട്. പോസിറ്റീവായി ഏതൊക്കെ വാചകങ്ങളാണ് താങ്കൾ അതിൽ പോസിറ്റീവായ വാചകങ്ങൾ പറയൂ. എന്താണ് ഇത് പറഞ്ഞ ഇന്റന്റ് എന്താണ്? ഒരു കാര്യം പറയുന്നതിന് ഒരു മെൻസറിയ ഒരു ഇന്റൻഷൻ. വഴിയെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും സംസാരിക്കാനുള്ള സ്ഥലമാണോ? അതും ഞാൻ സംസാരിക്കുമ്പോൾ ചന്തയല്ല, വെരി ഇമ്പോർട്ടന്റ് സെഷൻ. അവിടെ ഇരുന്നവരാണ് അത് സ്റ്റോപ്പ് ചെയ്യിച്ചത്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് ഇടപെട്ടിട്ടില്ല? പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. സോഷ്യൽ ക്രിറ്റിസിസം അല്ലേ യഥാർത്ഥത്തിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ സാമൂഹിക വിമർശനമാണല്ലോ ഇവിടുത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ. അതായത് അദ്ദേഹം പറഞ്ഞതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യങ്ങളുണ്ടോ, കാസ്റ്റീസ്റ്റായ അണ്ടർടോൺസ് ഉണ്ടോ, സാമുദായികമായ വേറെ ധ്വനികളുണ്ടോ, അതിൽ ക്ലാസിസം അഥവാ പിന്നോക്ക സാമ്പത്തിക വിഭാഗങ്ങളോടുള്ളൊരു വിവേചനമുണ്ടോ? ഇതാണല്ലോ ഈ ചർച്ചയുടെ ആത്മാംശം. ഇതിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ആരോപിച്ചുകൊണ്ട് ചെയ്യുന്നതിന് പകരം അടൂർ സാറിനെ പോലെ, അടൂർ സാർ വലതുപക്ഷക്കാരനെ അല്ല, പലപ്പോഴും വലതുപക്ഷക്കാരൻ ആക്രമണം നേടുന്നിരുത്തന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പ്രത്യേകിച്ച് കൂടുതൽ ഇടതുപക്ഷ പുരോഗമന നിങ്ങളുടെ അല്ലെങ്കിൽ പൊതുവെ ലെഫ്റ്റ് ലിബറൽസിന്റെ ധാരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ ജാതി ഇന്നതായി പോയി എന്നതുകൊണ്ട് കളത്തിലിട്ട് ഇവരൊക്കെല്ലാം സവർണ പൊതുബോധമാണെന്നൊക്കെ ഇംപ്ലൈ ചെയ്യുന്നത് കഷ്ടമാണ്. ശരി, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സമരത്തെ വൃത്തികെട്ട സമരമെന്നും അവിടെ സമരം ചെയ്തവരെയും അവിടെ പരാതി പറഞ്ഞ സ്ത്രീകളെയും അത് അവർ കരഞ്ഞതിനെ അഭിനയിച്ച് കാണിച്ച് അപമാനിച്ചത് നമ്മുടെ മുന്നിലുണ്ട്, മറന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, താങ്കളുടെ പ്രിയപ്പെട്ട നടി ആക്രമിച്ച കേസിലെ 8ാം പ്രതി നായകനും നിർമ്മാതാവുമായി വരുന്ന സിനിമ എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നടൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹം പറയുക? ആധികാരികമായി അദ്ദേഹം അഭിപ്രായപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് ഇവിടെ ജനം അറിഞ്ഞിട്ടുണ്ട്, ജനത്തിനറിയാം. ലോകോത്തര സംവിധായകൻ ഇങ്ങനെയും കൂടിയാണ് എന്ന കാര്യം കൂടി വ്യക്തമാണ്. ശ്രീ മധുപാൽ, ഇപ്പോൾ ശ്രുതി ശരണ്യം എന്ന സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയിട്ടുള്ള സംവിധായക പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ KSFDC ആണ് ഞങ്ങൾക്ക് പണം നൽകുന്നത്, പണം ചെലവഴിക്കുന്നതും അവർ തന്നെയാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്നും അത് കൂടാതെ ചെലവാകുന്നു എന്നൊരവസ്ഥ അവർ പറയുന്നു. മാത്രമല്ല, സർക്കാർ നിർമ്മാണത്തിലുണ്ടായ ആദ്യ സിനിമ പുറത്തിറങ്ങിയിട്ടിപ്പോൾ വർഷം 2 കഴിഞ്ഞിരിക്കുന്നു. സാമാന്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. എന്നിട്ടും നാളിന്നേ വരെ മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസർ പോലും കയ്യിൽ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. പല നടീനടന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയും വാതുകൾ മുട്ടിയിട്ടുണ്ട്. മിക്കവരും കഥകൾ കേൾക്കാൻ പോയിട്ട് അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ പോലും സന്നദ്ധരായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു പദ്ധതിയുമായിട്ട് വരുന്നത്. അത് ഈ ശ്രുതിയെ പോലുള്ള എത്ര പേരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ വളർന്നു വരുന്ന അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും ഒരു സഹായം കിട്ടാത്തവർക്ക് സിനിമയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സഹായം സർക്കാർ ചെയ്യുമ്പോൾ അതിന് തടയിടുന്ന ഈ പ്രതികരണം, അത് ഏത് രൂപത്തിലാണ് അങ്ങ് കാണുന്നത്? ഇത് ജാതീയത മാത്രമല്ല. ഞാനൊരു കാര്യം പറയാം. അപ്പം ശ്രുതി സിനിമ ചെയ്തിട്ടുള്ള സിനിമയ്ക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള സിനിമയാണ്. അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരുപാട് സംവിധായകർ അവർക്ക് വീണ്ടും സിനിമ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കാര്യങ്ങൾ മെയിൻ സ്ട്രീം സിനിമകളിലുണ്ട്. ഇതൊരു സർക്കാർ ഈ ഒരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രോഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കലാകാരികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത് അവരുടെ സ്പേസ്, ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെയാണ് ഇതിനകത്ത് ആദ്യമായി കാണേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരൊരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തൊരു സിനിമ കിട്ടിയില്ല എന്ന് പറയുന്നത് അത് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗങ്ങളായിരിക്കാം. ചിലപ്പോൾ അവരതിന് കിട്ടും. നമ്മളൊക്കെ പലപ്പോഴും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതേപോലെ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ ആഴ്ചയും പുതിയതായിട്ട് അവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സിനിമ കിട്ടണമെന്നില്ല. പുതിയ കാലം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു കാലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ
പരിശീലനം എന്ന് പറയുന്നത് സ്വയം പരിശീലനം എടുക്കുന്ന കക്ഷികളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പരിശീലനം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ചെയ്തു വരുന്ന സിനിമകളുണ്ട് എന്നുള്ളതാണ്. അപ്പം പണ്ടുണ്ടായിരുന്നത് ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമുണ്ടായിരുന്നു. ക്യാമറ ആയാലും ഫിലിം ആയാലും മറ്റു കാര്യം. ഇന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ചെറുപ്പക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ചെയ്യുന്ന സിനിമകൾ പല രീതികളിൽ പുറത്തേക്ക് എത്തുകയും അംഗീകാരങ്ങൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണ് ഇത്തരം. കാരണം ഇത് സർക്കാർ വളരെ സജീവമായിട്ട് കേരളത്തിലെ വനിതകൾക്കും SC/ST വിഭാഗത്തിലുള്ള ആൾക്കാർക്കുമായിട്ട് ഓപ്പണിംഗ് ഉണ്ടാവണം. ആ ഓപ്പണിംഗ് കിട്ടിക്കഴിയുമ്പോൾ അത് അതിന് ശേഷവും ഉണ്ടാകുന്ന അവരൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ ചിലരുടെ സിനിമകൾ ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന വിക്ടോറിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കാറ്റഗറി തന്നെ വന്നിട്ടുള്ള പടം, ഇപ്പം നിഷിദ്ധോ എന്ന് പറയുന്നതും B3244 എന്ന് പറയുന്ന ശ്രുതിയുടെ പടം, ഇതൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള സിനിമകളാണ്. അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമകളെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കാണാനും ഫെസ്റ്റിവലുകളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ കണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം എനിക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ച് പിടിച്ച് പോയിട്ട് സിനിമകൾ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞൊരു പ്രേക്ഷകൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ പ്രേക്ഷകനെയും കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത്തരം സിനിമകൾ ചെയ്യുന്നത് ഏതെങ്കിലും ജാതിയുടെയോ അല്ലെങ്കിൽ വർഗത്തിൻ്റെയോ ഒന്നും ആയിട്ടല്ല. സിനിമ ചെയ്യാൻ താല്പര്യമുള്ള ഈ പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടെന്നുള്ള ആ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് ഇവരെത്തുന്നത്. മാത്രമല്ല ഈ KSFDC നേരിട്ട് ഇവരുടെ കയ്യിലേക്ക് ഇപ്പം പറഞ്ഞു കേട്ടു, നേരത്തെ കംപ്ലീറ്റ് ആയിട്ട് ഈ സംവിധായകരുടെ കയ്യിലേക്ക് പൈസ കൊടുത്തുകൊണ്ട് അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അതിനൊരു കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടെന്നുള്ളതാണ്. ഇതിനൊരു ട്രെയിനിങ്ങിൻ്റെ ഒരു മെൻറ്റർഷിപ്പിൻ്റെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഫൈനലി സിനിമ ഉണ്ടാവുന്നത്. ഈ സിനിമ അംഗീകരിക്കപ്പെടുന്നത് ഇപ്പോൾ ചിലപ്പോൾ പറയില്ല, നമ്മൾ നേരത്തെ പലപ്പോഴും പറയാറുള്ളത് കാര്യങ്ങളാണ്. ചില സിനിമകൾക്ക് കൃത്യമായിട്ടുള്ള ആക്സസിബിലിറ്റിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സ്പേസ് ഉണ്ടാകാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഇവരുടെ OTT പ്ലാറ്റ്ഫോമുകളിലോ C-Space പോലെ പ്ലാറ്റ്ഫോം ഉണ്ടായപ്പോൾ അതൊട്ടും ഗുണകരമാകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ ഇന്ത്യയിലെ ഈ മലയാള സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മുഴുവൻ കക്ഷികളുടെയും ഈ C-Space അത്ര സജീവമായിട്ടൊന്നും നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മളുണ്ട്. ഈ C-Spaceലാണ് ഈ സിനിമകൾ പലതും ഉണ്ടായിട്ടുള്ളത്. അത് അത്ര സജീവമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില അവസ്ഥകൾ വരാറുണ്ട്. അതിനെ എല്ലാ അർത്ഥത്തിലും മാറ്റിക്കൊണ്ടിടാം. ഒരു കോൺക്ലേവ് ഉണ്ടാക്കുന്നതും ഒരു സിനിമയ്ക്കൊരു നയരൂപീകരണം ഉണ്ടാകുന്നതും ഒക്കെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്കാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മനുഷ്യനൊരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് എടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ഭൂതകാലം കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എന്നുള്ളതിനാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എങ്ങനെയൊക്കെയാണ് സിനിമകൾ കടന്നു പോയിട്ടുള്ളത്, ഇപ്പോഴെങ്ങനെയാണ് സിനിമ കടന്നു പോകുന്നത്, പുതിയ ജനറേഷൻ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് സിനിമയെ കാണുന്നത് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പറയുന്നു, നമുക്ക് നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ സജീവമായിരിക്കണം, അത് പുരോഗമനപരമായിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദിനുവയിൽ ഇപ്പോൾ ജാതീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ദിനുവയിൽ നേരത്തെ വിമർശനം ഉന്നയിച്ചു. പക്ഷേ അടൂറിന് അത് മനസ്സിലാകുന്നില്ല. അടൂർ പറയുന്നത് ആ രൂപത്തിലല്ല എന്ന് അടൂർ ശഠിക്കുകയാണ്. അത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് അടൂർ മഹാത്മ്യം പ്രസംഗ മത്സരം കഴിഞ്ഞ് രാഹുൽ ഈശ്വർ പോയി എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ പോലും രാഹുൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യണം. കാരണം അതേ മനോഭാവമുള്ള ചില ആളുകളെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ചർച്ച കേട്ടിരിക്കുന്നുണ്ടായിരിക്കും. നോക്കൂ, സവർണധാർഷ്ട്യത്തെ സവർണധാർഷ്ട്യം എന്നല്ലാതെ ശുങ്കുടു ചുങ്കുടു എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അതിനെ സവർണധാർഷ്ട്യം എന്നേ വിളിക്കാൻ പറ്റുള്ളൂ കഷ്ടകാലത്തിന്. ഇനി എൻ്റെ അപ്പുറത്തെ വീട്ടിലെ പ്രായം ചെന്നൊരു മുത്തശ്ശിക്ക് വെറുതെ പ്രായമൊക്കെ ആയതുകൊണ്ട് എന്നെ പെലയെന്ന് വിളിക്കാൻ തോന്നിയും കുഴി കുത്തിയിട്ട് എനിക്ക് കഞ്ഞി തരാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പാവം മുത്തശ്ശി കുറേ കാലം ജീവിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് ക്ഷമിക്കാൻ വേണ്ടി പറ്റണമെന്നൊന്നും ഇല്ലല്ലോ. ഒരു സ്ഥലത്ത് അവർ ഇൻഡിവിജ്വലി അവരുടെ തലച്ചോറിനകത്ത് എന്തോ ആലോചിച്ചോട്ടെ. പക്ഷെ ഒരു പൊതു ഇടത്ത് ജീവിക്കുന്ന സമയത്ത് ജനാധിപത്യപരമായ ചില മര്യാദകൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 മാസം ദളിത് ആദിവാസി വിഭാഗത്തിലെ ആളുകളും സ്ത്രീകളും അണ്ടർഗോ ചെയ്യേണ്ട ട്രെയിനിങ്ങുകളിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യപരമായി എങ്ങനെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഇനിയെങ്കിലും ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ എടുക്കുക എന്നുള്ളത്.
എന്നുള്ളത്. നോക്കൂ, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവനവന് പൊള്ളുന്നവരെ നമ്മളൊന്നും ഇതിൽ പ്രതികരിക്കില്ല എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിന് ഇത് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ രാഹുൽ ഈശ്വറിന് ഇത് ബാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നല്ലോ അറിയുമോ? ഒരിക്കലും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ അദ്ദേഹത്തെക്കുറിച്ചോ ഈ പരാമർശമല്ല എന്നുള്ളതാണ്. ഇതര സമുദായങ്ങളോട് യാതൊരു ഫ്രെറ്റേണിറ്റി ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നോക്കൂ, ഞാനിവിടെ വെച്ച് പറയുകയാണ്, രാഹുൽ ഈശ്വരനെ പോലുള്ളവരെ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? എല്ലാ പുരുഷന്മാർക്കും കയറി സംസാരിക്കുന്നതുള്ളതാണോ ചാനൽ ചർച്ച? ചർച്ചയുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ് രാഹുൽ ഈശ്വർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ NDTV തൊട്ട് ഇങ്ങോട്ടേക്ക് ഇംഗ്ലീഷ് ചാനലിൽ നടന്ന ചരിത്രം മൊത്തം രാഹുൽ ഈശ്വർ ഇവിടെ ഇന്ന് വിളമ്പും. അത് മാത്രമല്ല, എനിക്കെതിരെ അപകീർത്തി പരാമർശത്തിന് കേസും സംസാരിക്കണ്ടേ എന്ന് കരുതിയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. എല്ലാ ഭാഗത്തുള്ള അഭിപ്രായങ്ങൾ വരണമല്ലോ. എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം വരുന്നുണ്ടോ എന്ന് നോക്കണം എന്ന രൂപത്തിലാണല്ലോ നമ്മൾ ചർച്ചകൾ നടത്തുന്നത്. മനസ്സിലായി. സ്മൃതി, ഞാൻ പറഞ്ഞത് അതല്ല. ഹൈപ്പോത്തറ്റിക്കലി പുഷ്പവതിയെക്കുറിച്ച് അടൂർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് പൊള്ളും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് രാഹുലിന് ഒരിക്കലും പുഷ്പവതി പൊയ്പാട്ടിനെ പോലുള്ള ഒരു സംഗീതജ്ഞ അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് PK റോസി അടക്കമുള്ള ആളുകളെ ആട്ടിപ്പായച്ച മലയാള സിനിമയുടെ ഹിസ്റ്ററിയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ചരിത്രമുള്ള നമ്മളെ സംബന്ധിച്ച് PK റോസി അടക്കമുള്ള ആളുകൾ വന്ന അതേ കമ്മ്യൂണിറ്റിയിലെ ഒരാളോട് ഈ കാലത്തും 26 വർഷം നിലനിന്നിട്ട് പോലും നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എന്ത് യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ അത് സഹിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ബേസിക് ആയിട്ടുള്ള സാഹോദര്യ മൂല്യം എനിക്കൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഒരു സമുദായത്തെയും ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ആ സമുദായം അഴിമതി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളുകളാണെന്നും അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിക്കൊണ്ട് അത് ആ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. കാരണം ഇവിടെ നാൾക്ക് നാൾ ജനിക്കുന്ന ചെറിയ ക്ലാസ് മുറി തൊട്ട് സ്റ്റൈഫൻഡ് എന്തിനാണ് നിങ്ങൾക്ക്, സ്റ്റൈഫൻഡ് കൊണ്ടുപോയി പുട്ടടിക്കുകയല്ലേ എന്നും, ഗ്രാൻസ് എന്തിനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, റിസർവേഷൻ നിങ്ങൾക്ക് എന്തിനാണ് ലഭിക്കുന്നത്, വീടുണ്ടാക്കാൻ ആദിവാസികൾക്ക് എന്തിനാണ് ഫണ്ട് കൊടുക്കുന്നത്, അവർ കൊണ്ടുപോയി മദ്യപിക്കല്ലേ എന്നതടക്കമുള്ള നിരന്തരം ജാതീയമായിട്ടുള്ള സ്റ്റീരിയോടിപ്പിക്കൽ കമൻറ്റുകൾ കേട്ട് വളരുന്ന മനുഷ്യരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ സംവിധായകരായിട്ടുള്ള മികച്ച ആളുകൾക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അവർക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം കൊടുക്കണമെന്നും ആ ആളുകൾ ടാക്സ് പേയേഴ്സിന്റെ പൈസയാണെന്ന് പഠിപ്പിക്കണം എന്ന് പറയുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ ആയിക്കൊണ്ട് നൂറ്റാണ്ടുകളുടെ അടിമത്തം അനുഭവിച്ച ജനത എന്നുള്ള രീതിയിൽ തീർച്ചയായും ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അംബേദ്കർ അടക്കമുള്ള മഹാഗുരുക്കന്മാർ ഞങ്ങളോട് പറഞ്ഞത് അടൂരിനെ പോലുള്ള മഹാഗുരുക്കന്മാർ ജാതീയതയുമായി വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, ഇതിന് ഒറ്റ ചോദ്യം കൂടി. ഇപ്പോൾ ഈ പോലീസ് കേസ് കൊടുക്കുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു, അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് അതിനെ കാണേണ്ടത്? തീർച്ചയായും ആളുകൾക്കുള്ള ഒരു പൊതുധാരണ എന്ന് പറയുന്നത് പൊതുസ്ഥലത്ത് ജാതീയമായ പേര് വിളിക്കുക, ജാതീയമായി അതിക്രമിക്കുക, ഇതൊക്കെയാണ് SC/ST അട്രോസിറ്റി ആക്ടിന്റെ പർവ്യൂവിൽ വരുന്നതെന്നാണ് ഒരു പൊതുധാരണ പലപ്പോഴും ഉള്ളത്. ഞാൻ കേസ് കൊടുത്തത് ഒരിക്കലും അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാളെ ജയിലിൽ കയറ്റാനോ ആ പരാതിക്കകത്ത് അദ്ദേഹത്തിനെതിരെ വലിയ നടപടികൾ സ്വീകരിക്കുവാനോ ഒന്നുമല്ല, മറിച്ച് ഇതൊരു എഡ്യൂക്കേഷനാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഇങ്ങനത്തെ ഒരു നിയമം നിലനിൽപ്പുണ്ടെന്നും ഒരു വിഭാഗത്തിനെതിരെ ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് ചില റിമാർക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും നിയമപരമായും എത്തിക്കലായിട്ടും അത് ശരിയല്ലെന്ന് ആളുകൾ അറിയണം. അല്ലെങ്കിൽ അടൂരിനെ പോലുള്ള ഒരാൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി വേദികളിൽ, ഒരുപക്ഷെ സർക്കാർ ഗ്രാൻറ്റുകൾ കൊടുക്കുന്ന പല വേദികളിൽ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ, സിനിമാക്കാരായിട്ടുള്ള ആളുകൾ, സാഹിത്യപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, മറ്റനേകം ആളുകൾ സർക്കാർ ഗ്രാൻറ്റുകൾ SC/ST വിഭാഗത്തിനും സ്ത്രീകൾക്കും ട്രാൻസ്പേഴ്സൺസിനും ഒക്കെ കൊടുക്കുമ്പോൾ അടൂറിൻ്റെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അതേ വാക്കുകൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇല്ലാതാക്കാനുള്ള ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ വിഷയത്തിനകത്ത് പരാതി നൽകിയത്. അവസാനമായി മുകേഷ് കുമാർ, ഇപ്പോൾ ഒരു പൊതുമണ്ഡലത്തിൽ എന്തൊക്കെ പറയാം എന്തൊക്കെ പറഞ്ഞുകൂടാ എന്ന ഒരു ബോധ്യത്തിലേക്ക് അടൂർ എത്തുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അതെ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക സ്മൃതി. അൺനോൺ എൻറ്റിറ്റി എന്നാണ് പുഷ്പവതിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. എൻറ്റിറ്റി, വസ്തുവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തെ പോലൊരു, അദ്ദേഹം പറയുന്നതനുസരിച്ച് 60 വർഷത്തോളം സിനിമയിലുള്ള ഒരു കലാകാരൻ, അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നമുക്ക് ഓക്കെ, ഇന്നലെ അദ്ദേഹം മറവിയാണ്, അതിനെ ന്യായീകരിച്ച് പലരും പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പത്രത്തിൽ ഇന്ന് രാവിലെ ഒരു സ്ത്രീയുടെ പടം കണ്ടു, അവർ പ്രശസ്തയാവാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഹൂ ഇസ് ഷീ, അതൊരു അൺനോൺ എൻറ്റിറ്റി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ പോലൊരു
കലാകാരൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആരോടെങ്കിലും അത് ചോദിച്ചറിഞ്ഞ് ആ വ്യക്തി ആരാണെന്ന് ഇന്ന് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോഴെങ്കിലും അദ്ദേഹം അത് പറയേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ മെൻറ്ററിങ് എന്ന് പറയുന്നത് ട്രെയിനിങ് തന്നെയാണ്. ഇവർക്ക് ഈ 1.5 കോടി കൊടുക്കുന്ന ആ പ്രോസസ്സിൽ ഒരു ഭാഗമാണ് മെൻറ്ററിങ്. ഈ മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്. അടൂർ ഗോപാലകൃഷ്ണൻ പഠിച്ച പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓരോ വർഷവും എത്ര സംവിധായകരാണ് പുറത്തു വരുന്നത്? ട്രെയിനിങ് 2 വർഷവും 3 വർഷവും പഠിച്ച അവരെല്ലാവരും സിനിമ സംവിധായകരായി മാറുന്നുണ്ടാവും. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ അതിലൂടെ ഒന്ന് കണ്ണോടിക്കുകയും എങ്ങനെയാണ് ഈ ഫണ്ട് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തുകയും ചെയ്യും അടൂർ എന്ന് കരുതാം. ശ്രീ മധുപാൽ, അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. അല്ല, ഞാനിതിലൊക്കെ ഒരു കാര്യം കൂടി പറയാം. സിനിമ ഒരു കളക്റ്റീവ് ആർട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറാമാൻ മാത്രം വിചാരിച്ചത് കൊണ്ടൊന്നും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല, ഒരു എഡിറ്റർ മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും സിനിമ ചെയ്യാൻ പറ്റില്ല. സിനിമ ഒരു കളക്റ്റീവ് ആർട്ട് കാണാം. ഏതൊരു സംവിധായകനും അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ആളുകളുടെയും കൃത്യമായിട്ടുള്ള അറിവും അവരുടെ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ അറിവ് അവരും ചെയ്തെടുക്കുന്ന ഒരു പരിശീലനം, അതിനൊപ്പം തന്നെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ പരിശീലനം ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇപ്പം മുകേഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെയാണ്. കാരണം സിനിമ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സിനിമ പഠിച്ചു വരുന്ന ചെറുപ്പക്കാരുണ്ട്. എല്ലാവർക്കും സിനിമ ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും രണ്ടാമതൊരു സിനിമ പോലും കിട്ടുന്നില്ല. ഏറ്റവും ഗംഭീരമായ സിനിമ എടുത്തിട്ടുള്ള നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു സിനിമ മാത്രം ചെയ്തു പോയിട്ടുള്ള ആൾക്ക് രണ്ടാമത് സിനിമ ചെയ്യാൻ കിട്ടിയിട്ടില്ലാത്ത അവസ്ഥകളും നമ്മൾ കണ്ട്. കാനിൽ സിനിമ കിട്ടിയിട്ടുള്ള ഒരു മലയാളി സംവിധായകൻ്റെ കഥയും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. കാരണം ഒരു സ്പേസ് ഉണ്ടാവുന്നു. ആ സ്പേസ് മനോഹരമായിട്ട് അവരവരുടെ വർക്ക് ഓഫ് ആർട്ട് കൊണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ പറയുന്ന വനിതാ സംവിധായകർക്കും SC/ST സംവിധായകർക്കും ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. ആ ചെയ്തു കൊടുക്കുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് അത് സാധ്യമാകുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൊണ്ട് സൂചിപ്പിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ തരത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ് അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കുന്നത്. ആ വർക്ക് കൃത്യമായിട്ട് ബോധത്തോടു കൂടിയുള്ളതാണ്. അതിനൊരു നിലപാടുണ്ടാവണം. ആ നിലപാട് തെറ്റിച്ചുകൊണ്ട് കാലം കഴിഞ്ഞ് പോകുമ്പോൾ ഇതെല്ലാം ചെയ്തത് പാഴായിരുന്നു എന്ന് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. നമ്മൾ ഇത്രയും കാലം ചെയ്തതൊക്കെ തന്നെ പാഴായിരുന്നു, നമുക്ക് വിവരമില്ലായിരുന്നു എന്ന് പറയിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന് മാത്രമേ ഉള്ള ഒരു സജഷൻ മാത്രമേ എനിക്ക് എല്ലാവരോടും ഉള്ളൂ. ശരി, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് ചർച്ച അവസാനിപ്പിക്കുന്നത്. വളരെ നന്ദി ദിനു വേൽ, മുകേഷ് കുമാർ, ശ്രീ മധുപാൽ, രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.